എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ആകെ കടം എത്രയാണ്, അതുപോലെ ഒരു വർഷം എത്ര രൂപ പലിശയായി അടച്ചു തീർക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കേരളത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും എത്ര രൂപയുടെ കടക്കാരനായിട്ടാണ് ഈ മണ്ണിലേക്ക് പിറന്നു വീഴുന്നതെന്ന്? ഇറ്റ്സ് എ ഷോക്കിംഗ് ഫിഗർ. ഏകദേശം 1,20,000 രൂപ. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. നമ്മൾ ഓരോരുത്തരും അറിയാതെ തലയിൽ വെച്ചിരിക്കുന്ന ഒരു ഭാരമാണിത്. It's an unbelievable jump. How much is the burden of this debt? Do you want to know? Let's check. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ കടം 4.29 ലക്ഷം കോടി രൂപ കടന്നു. ഇപ്പോൾ 2026 കടക്കുമ്പോൾ ഇത് 6 ലക്ഷം കോടിയിലേക്ക് കുതിക്കുകയാണ്. So I am asking this question again and again. Why are we not discussing this? സ്വർണ്ണക്കടത്തും പൊളിറ്റിക്കൽ ഡ്രാമയും ചർച്ച ചെയ്യാൻ മണിക്കൂറുകൾ മാറ്റിവെക്കുന്ന മീഡിയ ഹൗസസ്, why are you ignoring these hard facts? ത്തിന്റെ ഭാരം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണോ? ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ 2020-25 അലോൺ കേരളം പലിശയായി അടയ്ക്കാൻ പോകുന്നത് ഏകദേശം 28,690 കോടി രൂപയാണ്. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 1/5 കൂടുതൽ പോകുന്നത് ജസ്റ്റ് ഫോർ ഇൻട്രസ്റ്റ് പേയ്മെന്റ്, വികസനത്തിനല്ല. ോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാനം 4 ലക്ഷം കോടിക്ക് മേലെ എന്തിനെല്ലാം കടമെടുത്ത് 1 മണിക്കൂർ പത്രസമ്മേളനം നടത്തി ഓരോ രൂപയും എന്തിന് കടമെടുത്തു? ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കിറ്റും പെൻഷനും തന്ന് ഞങ്ങളുടെ വായ അടപ്പിക്കാമെന്ന് കരുതരുത്. ദാറ്റ്സ് നോട്ട് എ പ്രിവിലേജ്, ദാറ്റ് ഈസ് അവർ റൈറ്റ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രമുഖ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാത്തത്? കേരളം ഇത്ര വലിയ കടക്കെണിയിലാണെന്നതിൽ ആർക്കും ആശങ്കയില്ലേ? ഈ അവസ്ഥയിൽ എത്തിച്ച ഗവൺമെന്റ് ഇനി വേണോ വേണ്ടയോ? അത് വരുന്ന തെരഞ്ഞെടുപ്പിലും എന്റെ കമന്റ് ബോക്സിലും രേഖപ്പെടുത്തുക. വിഷയത്തിൽ കൃത്യമായ ക്ലാരിഫിക്കേഷൻ ഈ നാട്ടിലെ ഓരോ വ്യക്തിക്കും കിട്ടിയിരിക്കണം. ഈ വീഡിയോ എത്തേണ്ട ആളുകളിലേക്ക് എത്തുന്നതുവരെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.